സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രമതിയും പ്രഭാവതിയും കൂടി ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ ഋഷിയാണെങ്കിൽ അവരെ അപമാനിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആക്കിയിരുന്നല്ലോ. ആ വാർത്ത കണ്ട് രജനിയാണെങ്കിൽ കലിതുള്ളി ചന്ദ്രോത്തേക്ക് വരുന്നുണ്ട്. തൻ്റെ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ച ഋഷിയെയും അരുന്ധതിയെയും ചോദ്യം ചെയ്യാൻ പോയില്ല എന്നുള്ളൊരു പരാതിയായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. സിദ്ധുവും പ്രഭാവതിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവളാണെങ്കിൽ അമ്പിലും വില്ലിലും കേൾക്കുന്നില്ല. ഒടുക്കം പ്രഭാവതി പറയുന്ന ആ ഒരു വാചകത്തിൽ തൽക്കാലം ഒന്ന് ശാന്തമാകുന്നുണ്ടെങ്കിലും അരുന്ധതിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ് രജനി. വരെ രജനിയുടെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല സിദ്ധുവിന്. കാരണം അവൾ അച്ഛനെ തീരെ ബഹുമാനിക്കുന്നില്ല. ദേവികയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതിൻ്റെ ഒരു പരാതിയാണ് അവൾ എന്ത് സംസാരിച്ചാലും കുത്തി സംസാരിക്കുന്നത്. അങ്ങനെ അരുന്ധതിയോടും ഋഷിയോടും ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യേണ്ടെന്ന് പ്രഭാവതി എല്ലാവർക്കും വാണിംഗ് കൊടുത്തെങ്കിലും നമ്മുടെ ദേവികയാണെങ്കിൽ അരുന്ധതിയെ വഴിയരികിൽ തടഞ്ഞു നിർത്തി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവികയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അരുന്ധതി ഒന്നും അറിഞ്ഞ കാര്യമല്ല, ഋഷി സ്വയമേ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയെന്ന്. അമ്മയുടെ സങ്കടം കണ്ടുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ നന്ദനാണെങ്കിൽ വഴിയരികിൽ കാണുന്ന ഋഷിയെ തല്ലി ചതയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവൻ ബോധം കെട്ട് വീഴുമ്പോൾ കെവിനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. കാരണം ഈ സാഹചര്യത്തിൽ അരുന്ധതിയും ഋഷിയും പ്രഭാവതിയും തമ്മിലുള്ള ഒരു വഴക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഋഷിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ കേസ് മാറുമെന്ന് മനസ്സിലാക്കിയ അവരാണെങ്കിൽ നേരെ ആരും താമസമില്ലാത്ത ആളൊഴിഞ്ഞ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് കെവിനാണെങ്കിൽ കെവിൻ്റെ കുറേ സുഹൃത്തുക്കളെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. വിശ്വാസമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അപ്പോഴും നമ്മുടെ ഋഷിക്കാണെങ്കിൽ ബോധം വീണിട്ടില്ലായിരുന്നു. ഋഷിയെ അവരെ തട്ടി വിളിച്ച് എണീപ്പിക്കുന്നു. ബോധം വന്ന ഋഷിയാണെങ്കിൽ നന്ദു തല്ലിയൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. എൻ്റെ അമ്മയെ അപമാനിച്ചതിനുള്ള പ്രതികാരമാണ് ഞാൻ വീട്ടിയത്. ഇപ്പം എൻ്റെ ദേഷ്യമൊക്കെ പോയി, അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോളാൻ പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, എന്നാൽ എൻ്റെ ദേഷ്യം പോയിട്ടില്ല, നീ എന്നെ തല്ലി, അതിനുള്ള പ്രതികാരം ചെയ്യാതെ ഞാൻ ഇവിടുന്ന് വിട്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷിയാണെങ്കിൽ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നന്ദനെ. സഹികെട്ട നന്ദനാണെങ്കിൽ അവിടെ കിടന്ന ഒരു വിറവ് തടിയെടുത്ത് ഋഷിയുടെ തലക്കിട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. ആ അടിയിൽ ഋഷിയുടെ ജീവൻ പോയതുപോലെയാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ നന്ദു ആണെങ്കിൽ അതിനെ തുടർന്ന് ആകെ പേടിയിലാണെന്ന് തന്നെ പറയാം. ചന്ദ്രോത്ത് വീട്ടിൽ വന്ന് ഭയന്ന് വിറച്ചിരിക്കുന്ന നന്ദുവിനെ കണ്ട് ദേവികയാണെങ്കിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാര്യം തിരക്കുമ്പോൾ നന്ദു എല്ലാ സത്യങ്ങളും ദേവികയോട് തുറന്നു പറയുന്നു. ഋഷി എങ്ങനെ കണ്ടു എന്നും ഋഷിയെ തല്ലിയപ്പോൾ അവൻ ബോധം കെട്ട് വീണ കാര്യവും പിന്നെ അവനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയതും അവിടെ വെച്ചുണ്ടായ വാക്തർക്കത്തിൽ താൻ അടിച്ച് അവനെ കൊന്നു എന്നും എല്ലാം കേട്ട ദേവിക ആകെ പേടിച്ച് വിറയ്ക്കുന്നു. നന്ദു ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അമ്മ എന്താണ് ഭയപ്പെട്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ വന്നല്ലോ എന്നുള്ള വിഷമത്തിൽ നന്ദുവിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നു. കാരണം നന്ദുവിൻ്റെ സമനില തെറ്റിയ മട്ടിലാണ്. അതേസമയം CP ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ത്യാഗരാജനെ വിളിച്ച് തിരക്കുന്നുണ്ട്, ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ എന്ന്. എന്നാൽ യാതൊരു അറിവും രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. ത്യാഗരാജനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ മണ്ടനായിട്ടും കോമഡി പറഞ്ഞുമൊക്കെ നടക്കുന്നത് ചന്ദ്രോത്ത് വീട്ടിലെ ഓരോരുത്തരുടെയും പതനം കാണാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പതനം കാണുന്നത് വരെയും ഞാൻ പരിശ്രമിക്കുമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൽ വന്നതിന് ശേഷം ഗിരീഷിൻ്റെ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്നുണ്ട്. രജനി വല്ലാത്ത ദേഷ്യത്തിലാണ്, ഞാൻ ഇന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയെന്നും അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ അമ്മയാണ് പോലും പറഞ്ഞിരിക്കുന്നത്, ആരുടെയും അരുന്ധതിയോടോ ഋഷിയോടോ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോകണ്ട, വലിയ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് ചന്ദ്രോത്ത് വീട്ടിൽ തന്നെയാണ് ദോഷം ഉണ്ടാക്കുന്നതെന്ന്. വേറൊന്നും കൊണ്ടല്ല, ദേവികയ്ക്ക് ഇതിൻ്റെ പേരിൽ ഒരു ചീത്തപ്പേര് വരുമെന്ന് പേടിച്ചിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തതെന്ന് പറയുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വിവരമുണ്ട്, നിനക്കതില്ല, പ്രഭാവതി മേഡം പറഞ്ഞതാണ് അതിൻ്റെ ശരി. ദേവിക MLA ആയ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് വരുന്നത് ദേവികയ്ക്കും കൂടിയാണ്. ഇപ്പം എല്ലാവരും ദേവികയുടെ സപ്പോർട്ടുകാരാണല്ലോ, പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ഋഷിയോടും അരുന്ധതിയോടും ചോദിക്കുമെന്ന് വാശി പിടിച്ച് നിൽക്കുന്നുണ്ട് രജനി. ഗിരിയാണെങ്കിൽ വല്ലാതെ പെട്ടു നിൽക്കുവാണെന്ന് തന്നെ പറയാം. രജനിയോട് സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും ഒന്നും പറഞ്ഞിട്ട് അവൾക്ക് കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതേസമയം കുട്ടിക്കാലം മുതലേ ഉറ്റ സുഹൃത്തുക്കളല്ലേ മുരളിയും നന്ദുവൊക്കെ. നന്ദുവിൻ്റെ മുഖം ഒന്ന് വാടിയാൽ അപ്പോഴേ മനസ്സിലാകും നമ്മുടെ മുരളിക്ക്. അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഋഷിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നടക്കുന്ന സമയത്ത് കാര്യം മനസ്സിലായ മുരളിയാണെങ്കിൽ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് എന്താ പറ്റിയേ, നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്, 2 ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണ്, നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. അപ്പം
വിഷമത്തോടെ നന്ദു ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും എനിക്ക് ആ ഋഷിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആ ഭാഗത്താണ് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുക. കാത്തിരിക്കാൻ എന്താകുമെന്ന്. നമ്മുടെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അരുന്ധതി ആകെ തകരും. അവരിനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം.